ലഹരിവേട്ട തുടരുന്നു. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പേരാമംഗലത്ത് പോലീസ് പിടിയിൽ. ചാവക്കാട് MDMAയുമായി 2 പേർ പിടിയിൽ. ലഹരിക്കെതിരെ കയ്പമംഗലത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ ഒറ്റയാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര നടത്തും. 13 ജില്ലാ കേന്ദ്രങ്ങളിൽ KSEB ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. വാർത്തകൾ വിശദമായി. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി. ആസാം സ്വദേശി ദിൽദൂർ ഹുസൈനെയാണ് പേരാമംഗലം പോലീസും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനാണ് ബ്രൌൺ ഷുഗർ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി പേരാണ് കഞ്ചാവും മയക്കുമരുന്നുമായി പോലീസ് പിടിയിലാകുന്നത്. MDMAയുമായി 2 പേരെ ചാവക്കാട് എക്സൈസ് പിടികൂടി. ചാവക്കാട് കാരക്കാട് സ്വദേശി കാരയിൽ വീട്ടിൽ ഗോവിന്ദ്, പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ സയ്യിദ് അക്ബർ എന്നിവരാണ് പിടിയിലായത്. ഗോവിന്ദനിൽ നിന്ന് 1.101 ഗ്രാം, സയ്യിദ് അക്ബറിന്റെ പക്കൽ നിന്ന് 3.253 ഗ്രാം MDMAയും കണ്ടെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN ബിജു, A ജോസഫ്, S ശ്യാം തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. മങ്ങാട് നിന്ന് 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശിയെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. പൂവത്തൂർ വീട്ടിൽ സത്യനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K സുനിൽകുമാർ, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CK റാഫി, KR ശ്രീരാഗ്, KU ജിതിൻ, V ഗണേശൻ പിള്ള തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കെതിരെ കയ്പമംഗലത്ത് ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്നു. മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ, വിമുക്തി, യോദ്ധാവ്, സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ച് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. മയക്കുമരുന്നിന്റെ വിതരണം, ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മോചിപ്പിക്കാനും പ്രത്യേക പദ്ധതികൾ, കൂടാതെ മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ചെയ്യും. MES അസ്മാബി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അഖിൽ V മേനോൻ, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ AT ജോബി, DYSP VK രാജു തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കൊന്നും ഇമ്പോസിബിൾ അല്ല. ഇതും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ഈ ദുരന്തത്തെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. ഇത് നമുക്ക് പറ്റാത്ത കാര്യമല്ല. അതിന് ആദ്യം ഞാനിതൊരു വാർത്തയായിട്ട് എടുക്കരുത്. എന്റെ കുടുംബത്തില് എന്റെ മക്കള് ഇതിലില്ല, അല്ലെങ്കിൽ ഞാനിത് നോക്കണം. പാലപ്പിള്ളി കുണ്ടായിലുള്ള തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്താൻ കാട്ടുകൊമ്പൻ വീണ്ടുമെത്തി. കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. പാടികൾക്ക് സമീപത്തിറങ്ങിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിലെത്തിയത്. വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ആളുകൾ പാട്ടകുട്ടിയും ഒച്ചവെച്ചും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 2 മണിക്കൂറിലേറെ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം ചൊക്കനയിലും കൊമ്പനെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കുണ്ടായി, ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി COA രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര. 13 സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലെ KSEB ഓഫീസുകൾക്ക് മുന്നിലും സമരം. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേബിൾ TV മേഖലയിൽ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളുടെ ഭാഗമായാണ് COAയുടെ സമരപ്രഖ്യാപനം.
KSEB പോസ്റ്റുകളിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നികുതി ഈടാക്കുന്നതിനെതിരെ 2021 സംഘടന സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് കുറച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും ടെലികോം മേഖലയിലുള്ള കുത്തക കമ്പനികൾക്ക് സഹായകമാകും വിധം കേബിൾ TV ഓപ്പറേറ്റർമാരിൽ നിന്ന് അധിക തുക ഈടാക്കി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കുറച്ച പോസ്റ്റ് വാടകയുടെ ഗുണം ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിരക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ നടത്തിവരുന്നതെന്നും കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നടപടിക്കെതിരെയാണ് ഈ മാസം 13-ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ KSEB ഓഫീസുകൾക്ക് മുൻപിലും 17 മുതൽ 21 വരെ 5 ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിലും സമര പരമ്പര നടത്തുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേബിൾ TV മേഖലയിൽ ഇലക്ട്രിക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. KSEB പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നിരക്ക് ഈടാക്കിക്കൊണ്ട് വൻകിട ടെലികോം മേഖലയിലുള്ള പ്രൊവൈഡർമാർക്ക് മൊബൈൽ സേവനം കൊടുക്കുന്നതിന് ഉള്ള അധിക തുകയാണ് കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഈടാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ KSEB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു പോസ്റ്റിൽ കൂടി ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അധിക നിരക്ക് കൂടി ഈടാക്കാനാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരുപാട് നിവേദനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ കൊടുത്തുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോടും ഈ മേഖലയോടും സർക്കാർ കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള നീക്കങ്ങളിൽ നിന്ന് KSEB പിന്മാറണമെന്നും COA ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിൽ ടെലിവിഷനും ഇന്റർനെറ്റും ഇന്ന് ലഭ്യമാകുന്നത് കേബിൾ TV ഉള്ളതുകൊണ്ടാണെന്നും എന്നാൽ അതിന് സാധ്യമാകാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് ഇതുവഴി നഷ്ടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ TVക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് KSEB ചെറുകിട കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പോൾ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ TV മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. ഞായറാഴ്ച നടക്കുന്ന ബ്രഹ്മകലശാഭിഷേകത്തോടെ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന കലശച്ചടങ്ങുകൾക്ക് സമാപനമാകും. സഹസ്രകലശത്തിന് മുന്നോടിയായി പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസരം 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. പരികലശപൂജ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയും തൃപ്പുകയ്ക്ക് ശേഷം സഹസ്രകലശ അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന പ്രാർത്ഥനാ ചടങ്ങും നടന്നു. സഹസ്രകലശ ചടങ്ങുകൾ സമാപിച്ചതിനു ശേഷം തിങ്കളാഴ്ച ഉത്സവത്തിന് കൊടിയേറും. രാവിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആനയില്ലാ ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. മുറ്റിച്ചൂർ ഉണ്ണിമാറിമംഗലം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. പണവും ഓട്ടുപാത്രങ്ങളും വിളക്കുകളും നഷ്ടപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ജീവനക്കാർ ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. വഴിപാട് കൌണ്ടറിലെ മേശയിലെ പണവും നഷ്ടപ്പെട്ടു. അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച എടത്തിരുത്തി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാണൻ എന്ന് വിളിക്കുന്ന ജിനേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഉത്തരവ് നിലനിൽക്കെ തൃപ്രയാർ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് അടിപിടി കേസിൽ ഉൾപ്പെട്ട് കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ജിനേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. വലപ്പാട് ഇൻസ്പെക്ടർ AK രമേശ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുബി സെബാസ്റ്റ്യൻ, സോഷി എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. മാള കോട്ടവാതിൽ സ്വദേശിയായ സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി വീട് അടിച്ചുപൊളിച്ച കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു.
അഷ്ടമിച്ചിറ സ്വദേശി കുരിശിങ്കൽ ജിൻസൺ, പുല്ലൂർ അമ്പലനട സ്വദേശി കാരക്കാട്ട് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിൻസന്റെ അച്ഛൻ മദ്യപിച്ച് ബഹളം വെച്ചത് ചോദ്യം ചെയ്ത മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഭർത്താവായ സുജാതനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് മാരകായുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയാണ് വീടിന്റെ വാതിലുകൾ അടിച്ചുപൊളിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. വരന്തരപ്പിള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി കലവറക്കുന്ന് സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ ജയദേവ് കൃഷ്ണനാണ് അറസ്റ്റിലായത്. വേലൂപ്പാടം കിണർ സ്വദേശി പുന്നക്കര വീട്ടിൽ അനീഷിനാണ് പരിക്കേറ്റത്. വയറിലും കൈകളിലും ഗുരുതരമായി പരിക്കേറ്റ അനീഷ് കോഴിക്കോടുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 28-ന് രാത്രിയിലായിരുന്നു സംഭവം. ജയദേവകൃഷ്ണനുമായി ശത്രുതയുള്ള ഒരാളുമായി അനീഷ് സൌഹൃദത്തിലായുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതി കലവറക്കുന്നിലെത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടിയിലായത്. വരന്തരപ്പിള്ളി SHO KN മനോജ്, SI അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സമിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹിളാ മോർച്ച സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ മഹിളാ മാർച്ച് സംഘടിപ്പിച്ചു. ഠാണ പൂതക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കവിത ബിജു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ആർച്ച അനീഷ്, കാർത്തിക സജയ്, സൌമ്യ മോഹൻദാസ്, ജിനി മനോജ, സിന്ധു സതീഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, അമ്പിളി ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് സമഗ്ര പേവിഷബാധ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി തെരുവുനായ വാക്സിനേഷൻ യജ്ഞം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര വെറ്റിനറി സർജൻ ഡോക്ടർ കാർത്തിക് V. കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവില്ലാമല ഗ്രാമീണ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം ഹൈമാവതി, തിരുവില്ലാമല ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി T. നായർ, പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക വിജയകുമാരി എന്നിവരെ സാഹിത്യകാരി മാനസി ആദരിച്ചു. ഗ്രാമീണ വായനശാല വനിതാവേദി പ്രസിഡന്റ് സ്മിത സുകുമാരൻ അധ്യക്ഷയായി. വായനശാല വൈസ് പ്രസിഡന്റ് N. രാമകുമാർ, K. ജയപ്രകാശ് കുമാർ, ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം തുടങ്ങിയവർ സംസാരിച്ചു. ആത്മസംതൃപ്തിയോടുകൂടി ഈ തൊഴിൽ ചെയ്യുന്ന കുറെ പേര് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ പട്ടികയിൽ തിരുവില്ലാമലയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നതാണ് വിജയകുമാരി എന്ന്. അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്ന്. ലോക വനിതാ ദിനത്തിൽ പുരസ്കാരത്തിളക്കവുമായി എടത്തിരുത്തി പഞ്ചായത്ത്. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർ, ഹെൽപ്പർ എന്നീ പുരസ്കാരങ്ങളാണ് എടത്തിരുത്തി പഞ്ചായത്തിന് ഇരട്ടത്തിളക്കം സമ്മാനിച്ചത്. മേഘങ്ങളെ വെള്ളി മേഘങ്ങളെ വെൺപട്ടു സാരി കടം തരാമോ. ജില്ലയിലെ 3 സംസ്ഥാന പുരസ്കാരങ്ങളിൽ 2 എടത്തിരുത്തി പഞ്ചായത്തിനാണെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചന്ദ്രാപിണ്ണി കണ്ണംപുള്ളിപ്പുറം 20-ാം നമ്പർ അക്ഷര അംഗൻവാടിയിലെ ശിജിതരയ്ക്കാണ് മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 14 വർഷമായി അക്ഷര അംഗൻവാടിയിലെ വർക്കറാണ് ശിജിതര. വൈവിധ്യമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം. അംഗൻവാടിയിൽ വർക്കറായിരുന്ന ശിജിതരയുടെ അമ്മ രമണി മരിച്ചതിനെ തുടർന്നാണ് ശിജിതര വർക്കറായി നിയമിതയായത്. രജിസ്റ്ററുകൾ ചിട്ടയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്യൽ, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കൽ തുടങ്ങി മികച്ച ശിശു സൗഹൃദ കേന്ദ്രമായി അംഗൻവാടിയെ മാറ്റിയെടുക്കാൻ പ്രധാന പങ്കുവഹിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ശിജിതരയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. എന്താണോ നമ്മുടെ മേലുദ്യോഗസ്ഥർ പറയുന്നത് അത് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടപ്പിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ മാനദണ്ഡങ്ങളും നമ്മളോട് പറയാറുണ്ട്. രജിസ്റ്റർ കൃത്യമായി കീപ്പ് ചെയ്ത് പോകണം, അതുപോലെ നമുക്ക് ചാർട്ടുകൾ ഉണ്ടാവണം, ഏരിയ മാപ്പ് ഉണ്ടാവണം. അങ്ങനെ പിന്നെ എല്ലാ രക്ഷിതാക്കളുടെയും നമ്മുടെ നാട്ടുകാരുടെയും മെമ്പറുടെയും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ തന്നെയാണ് എനിക്കിങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത് 2-ാം തവണയാണ് അക്ഷര അംഗൻവാടി സംസ്ഥാന പുരസ്കാരത്തിന് അർഹത നേടുന്നത്. എടത്തിരുത്തി 14-ാം നമ്പർ ഐശ്വര്യ അംഗൻവാടിയിലെ VK പ്രീതിക്കാണ്
ജില്ലയിലെ മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള സംസ്ഥാന പുരസ്കാരം. കുട്ടികളോട് വാത്സല്യത്തോടെ പെരുമാറൽ, കൃഷിക്ക് ഊന്നൽ കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് പ്രീതിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. കഴിഞ്ഞ 18 വർഷമായി ഹെൽപ്പറായി ജോലി ചെയ്യുന്ന പ്രീതിയുടെ കഴിവുറ്റ പ്രവർത്തനങ്ങളാണ് ഐശ്വര്യ അംഗൻവാടിയെ മികച്ച ഭൗതിക സൗകര്യങ്ങളുള്ള ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചതെന്നും ശ്രദ്ധേയമാണ്. ഞാൻ അംഗൻവാടി കയറിയിട്ട് 18 വർഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. ഇപ്പൊ 12 പിള്ളേർ, കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളെ അനുമോദിക്കാനായി എത്തി. A to Z പരിശോധിച്ചുകൊണ്ട് അവർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാം 100% തികഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഒരു വർക്കറും ഹെൽപ്പറും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജിൽ നിന്നും ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങും. TCV കയ്പമംഗലം. വിവിധതരം കൃഷിയിൽ വിജയഗാഥ നേടി മുന്നേറുകയാണ് കൈപ്രമ്പ് പുറ്റേക്കര സ്വദേശിനി ബേബി ജോസ്. തരിശായി കിടന്നിരുന്ന കൃഷിയിടങ്ങളിൽ പൊന്നുവിളയിക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് വ്യവസായി മേക്കാട്ടുകുളം MA ജോസിന്റെ ഭാര്യ ബേബി 12 വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി തുടങ്ങി വിവിധയിനം കൃഷികളും കൂടാതെ വിവിധതരം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നുണ്ട്. വീട്ടുമുറ്റം നിറയെ ഓർക്കിഡ് ചെടികളാൽ സമ്പന്നമാണ്. കോവിഡ് കാലത്ത് പല കുടുംബങ്ങളും സാമ്പത്തികമായി പുറകോട്ട് പോയപ്പോൾ കൃഷിയിലൂടെ നേടിയ ലാഭമാണ് കുടുംബത്തെ മുന്നോട്ട് നയിച്ചത്. അലങ്കാര മത്സ്യകൃഷിയും അലങ്കാര പക്ഷി വളർത്തലും വിവിധയിനം നായ വളർത്തലും പൂച്ച വളർത്തലും വീടിനോട് ചേർന്ന് നടത്തുന്നുണ്ട്. വിവിധ കർഷക അവാർഡുകൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബേബിയെ തേടിയെത്തി. പൊതുപ്രവർത്തകയും ചാരിറ്റബിൾ പ്രവർത്തകയും കൂടിയാണ് ബേബി. ഉള്ള സ്ഥലത്ത് കഴിയാവുന്ന രീതിയിൽ കൃഷി ചെയ്യണമെന്നാണ് ഈ വനിതാ ദിനത്തിൽ ബേബിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. അതുവഴി പുതുതലമുറയ്ക്ക് ലഹരി വസ്തുക്കളോട് വിട പറയാൻ കഴിയട്ടെ എന്നും ലഹരിമുക്ത കേരളത്തെ വാർത്തെടുക്കാനാവട്ടെ എന്നും ബേബി ജോസ് പറയുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കൊലപാതകങ്ങളും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമകളായി കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ അതില് നമ്മളെ വനിതകള്, അതായത് അമ്മമാര് തന്നെ വേണം കുട്ടികളെ കൃഷിയിലേക്കും ഗാർഡനിലേക്കും കൊണ്ടുവന്ന് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ എല്ലാ ഒഴിവ് സമയങ്ങളും നമ്മൾ അവരോടൊപ്പം ചെലവഴിച്ച് വാർത്തെടുക്കുക എന്ന് ഞാൻ എല്ലാ വനിതകളോടും അപേക്ഷിക്കുന്നു. TCV തൃശൂർ. സ്ത്രീശക്തിയുടെ മാതൃകയായിരിക്കുകയാണ് ചാലിശ്ശേരി സ്വദേശിനി PK ശാന്ത. കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ കൂടിയായ ശാന്ത പുസ്തകങ്ങളുടെ തോഴി കൂടിയാണ്. ആയിരത്തി 1956 നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ 69 വർഷത്തിന്റെ കാലയളവിൽ ചീഫ് ലൈബ്രറിയനാകുന്ന ആദ്യ വനിതയാണ് PK ശാന്ത. 2007 ലൈബ്രറിയൻ ഗ്രേഡ് ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട 14 വർഷത്തിനു ശേഷം 2021 സെപ്റ്റംബറിലാണ് അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായത്. മുമ്പെല്ലാം ഈ തസ്തികയിൽ ഉണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു. ബാല്യത്തിൽ പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ശാന്ത അക്കാദമിയുടെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ഗ്രന്ഥശാലകളെ പഠനത്തിന്റെയും അറിവിന്റെയും ക്ഷേത്രമായി കണ്ട് പിന്നീട് അക്ഷരങ്ങൾക്കിടയിലൂടെയായിരുന്നു സഞ്ചാരം. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഉൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കുവാനുള്ള അറിവിന്റെ ഗനിയാണ് ശാന്ത. രാവിലെ 10-ന് ഓഫീസിലെത്തിയാൽ 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന 1.5 ലക്ഷത്തിലധികം സമ്പന്നമായ പുസ്തക ശേഖരണങ്ങളിലേക്ക് എത്തിനോക്കും. റഫറൻസിനായി ലൈബ്രറിയിലേക്ക് എത്തുന്നവരോടെല്ലാം സൗമ്യമായി ഇടപഴകി ആവശ്യമായ സഹായങ്ങളും നൽകും. ചീഫ് ലൈബ്രറിയൻ ആയതിനുശേഷം അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി. ഇവിടുത്തെ 1.5 ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റലൈസേഷൻ ചെയ്ത് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി. ശാന്തയുടെ കഠിന പ്രയത്നം വായന കൂടുതൽ ജനപ്രിയമാക്കുവാനും ഗവേഷകരെ പ്രോത്സാഹിപ്പിക്കുവാനും നവമാധ്യമങ്ങളെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുമായി. അക്കാദമിയിൽ എത്തിയതോടെ പഠനകാലത്ത് വായിച്ചറിഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളെ കാണാനായതും സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞതും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ശാന്ത പറഞ്ഞു. എന്നിൽ അർപ്പിതമായ കുറേ ജോലികൾ ചെയ്തിരിക്കണം ഒരാഗ്രഹം ഉണ്ടായതിന് പുറത്ത് ഞാൻ
കോഹ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുത്തെ അക്കാദമിയിലെ 1.5 ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ കാറ്റലോഗ് മുഴുവൻ പൊതുസമൂഹത്തിന് ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്തു. സുകുമാർ അഴിക്കോട്, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, നടനും കവിയുമായ മുല്ലനേഴി, M മുകുന്ദൻ, വൈശാഖൻ, അശോകൻ ചെരുവിൽ, K സച്ചിദാനന്ദൻ, ബെന്യാമിൻ, CV ശ്രീരാമൻ തുടങ്ങിയ മഹാപ്രതിഭകളെ അടുത്തറിയുവാനും അവരുടെ കയ്യൊപ്പോടുകൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കുന്നുമുണ്ട്. 18 വർഷത്തെ സേവനത്തിനു ശേഷം മെയ് മാസം വിരമിക്കും. വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ്, ഫ്ലവർ മേക്കിംഗ്, ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ആഗ്രഹം. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. പാറളം പള്ളിപ്പുറത്ത് 17-കാരനെ കാണാതായതായി പരാതി. അയ്യപ്പത്ത് ഗിരിലാൽ മകൻ ആയുഷ് ലാലിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ കാണാതായത്. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ആയുഷ്. വിവരം ലഭിക്കുന്നവർ 97 45 75 77 88, 99 47 76 42 34 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. കാട്ടൂരിൽ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി കതിരപ്പുള്ളി വീട്ടിൽ ശശിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി തലപ്പിള്ളി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനിതാ ദിനം ആചരിച്ചു. സ്പെഷ്യൽ ജഡ്ജി R. മിനി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. മുരളി അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തിനെ ആദരിച്ചു. ലൈബ്രറി സെക്രട്ടറി G. സത്യൻ, വൈസ് പ്രസിഡന്റ് ലിസി കോര, ഉസൈബ BV, PK സുജയ, P. ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. BMS തൃശൂർ ജില്ലാ വനിതാ വിഭാഗം സംഘടിപ്പിച്ച സംഗമം വ്യാസ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഗീത ഉദ്ഘാടനം ചെയ്തു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസര വാസവൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, വനിതാ വിഭാഗം ഭാരവാഹികളായ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ലോക വനിതാ ദിനാചരണം നടന്നു. ചൈതന്യ അംഗൻവാടിയിൽ നടന്ന വനിതാ ദിനാചരണം വാർഡംഗം ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ KB അഞ്ജു, ഹെൽപ്പർ നിമ്മി പ്രേമൻ, വാർഡിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ ലിറ്റി ജോസ്, രമ മണികണ്ഠൻ, വാർഡിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളിലെ പ്രായമുള്ള വനിതാ തൊഴിലാളി AV ആനി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തളിക്കുളം തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊമ്പൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രമാണിത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ രക്ഷാധികാരി EG ചന്ദ്രബോസ്, TU സുഭാഷ് ചന്ദ്രൻ, PK ഭരതൻ, പ്രസിഡന്റ് NK മോഹനൻ തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഈ വർഷത്തെ ഇൻസ്പയർ അവാർഡ് സ്വന്തമാക്കി ചേലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ. വിദ്യാർത്ഥികളുടെ ഗവേഷണ താൽപര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി വർഷം തോറും നൽകിവരുന്ന അവാർഡാണിത്. 10,000 രൂപയും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. വീടുകളിലെ വൈദ്യുതി ഉപയോഗത്തെ താരതമ്യം ചെയ്യുന്നതിനുള്ള ഉപകരണ സംവിധാനമായ PCR വാട്ട്വാച്ച് എന്ന ആശയമാണ് SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KV അശ്വിനെ അവാർഡിന് അർഹനാക്കിയത്. സ്മൈൽ ഫൌണ്ടേഷൻ അധ്യാപിക സ്റ്റിഫി ഷാജിയാണ് അശ്വിന്റെ മെന്റർ. ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക ബിജിയുടെയും കൊളത്തുപറമ്പിൽ വിനോദ് കുമാറിന്റെയും മകനാണ് അശ്വിൻ. ലേഡി ലയൺസ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി പെൺമ വനിതാ ദിനാഘോഷവും സെമിനാറും സംഘടിപ്പിച്ചു.
തിരുവില്ലാമല കണിയാർക്കോട് NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ലയൻ ലക്ഷ്മിപ്രിയ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി മാനസി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ YMCA വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. നഗരസഭാ കൌൺസിലർ ഷിൽവ ജോഷി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം പ്രസിഡന്റ് നീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ KPA റഷീദ് മുഖ്യാതിഥിയായിരുന്നു. ടൂറിസം മേഖലയുടെ സാധ്യതകളെക്കുറിച്ച് TV അവതാരകയും ഇൻഫ്ലുവൻസറുമായ ഷാരി സനൽ ക്ലാസ് എടുത്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ്, വനിതാ ഫോറം സെക്രട്ടറി ടെസ് ജെയ്സൺ, ജിസി ലോറൻസ്, CD ജോൺസൺ, NK ലോറൻസ് എന്നിവർ സംസാരിച്ചു. മടക്കി വെച്ചു പോലെ അമ്മയുടെ റോള് ശരിയായി കാണിച്ചു കൊടുക്കാം. ഓണം ഉണ്ടാക്കാം. അമ്മായിമ്മയുണ്ട്, അച്ഛന്റെ അനിയൻ, അവരുടെ അലയമ്മയുണ്ട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് അമല മെഡിക്കൽ കോളേജിൽ നടത്തിയ വിവിധ ടാലന്റ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും സമ്മാനദാനവും ചലച്ചിത്ര താരം മാളവിക നായർ നിർവഹിച്ചു. അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PB ഷിജി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ IA ഷീജ എന്നിവർ സെൽഫ് ഡിഫൻസ് ക്ലാസ് നയിച്ചു. തന്നെയാണ് ഒരു മകനെ വളർത്തിക്കൊണ്ടുവരുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച മഹിളാസഭ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MV വിശാലാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തക MV വിശാലാക്ഷി, സംസ്ഥാനത്തെ ആദ്യ വനിതാ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായ മിസ്രിയ എന്നിവരെ പഞ്ചായത്ത് ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ അന്തിക്കാട് ബ്ലോക്ക് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വനിതാ വേദി കൺവീനർ TS വിശാലാക്ഷി അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി MG ജയശ്രീ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ്, ജില്ലാ കമ്മിറ്റി അംഗം K ശ്യാമളാദേവി, ബ്ലോക്ക് പ്രസിഡന്റ് P ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം പകൽ വീട്ടിൽ നടന്ന വനിതാ ദിനം കൌൺസിലർ AK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരഭില രമണൻ അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് ലിസി ജോയ്, ഹരിനഗർ വനിതാ യൂണിറ്റ് സെക്രട്ടറി തങ്കം സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് K സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെക്രട്ടറിയായ KR രാധികയെ ആദരിച്ചു. സീനിയർ മാധ്യമ പ്രവർത്തകരായ KK മാത്യു, TG സുന്ദർലാൽ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു. പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. ഭാരവാഹികളായ മനോജ് ഓർമ, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ നടന്ന ക്യാമ്പയിനിൽ മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, പാവർട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റാൻലി മാനത്തിൽ, എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ, എളവള്ളി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷമീറ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസും ആരോഗ്യ കേരളം തൃശൂരും ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയും ചേലക്കര ജീവോദയ ആശുപത്രിയുമായി സഹകരിച്ച് വനിതാ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 10 ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ വായനശാല അങ്കണത്തിൽ വൈകിട്ട് 5-ന് നോവലിസ്റ്റ് C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ദിവസവും വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ പ്രഭാഷണം നടത്തും. 20-ന് നടക്കുന്ന സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും.
നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, സംഘാടക സമിതി കൺവീനർ MC സുനിൽകുമാർ, ശ്യാം പെരുമ്പിലാവിൽ, KV പ്രജിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവിൽ കഴിയുന്ന ചിത്രകാരി തിരുവനന്തപുരം സ്വദേശി സുമയ്ക്ക് വനിതാ ദിനത്തിൽ ആദരം. ബ്രദേഴ്സ് ക്ലബിന്റെ വനിതാ വിഭാഗമായ വിങ്സ് ഓഫ് ബ്രദേഴ്സാണ് സുമയെ പൊന്നാടയും ഉപഹാരവും ദക്ഷിണയും നൽകി ആദരിച്ചത്. കണ്ണന്റെ വിവിധ ഭാവങ്ങൾ വരയ്ക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന 55-കാരിയായ സുമയ്ക്ക് ഊണും ഉറക്കവുമെല്ലാം നടപ്പാതയിലാണ്. 10 വർഷം മുമ്പാണ് ഗുരുവായൂരിലെത്തിയത്. ഭക്തർ കനിഞ്ഞു നൽകുന്ന തുക ചേർത്തുവെച്ച് പെയിന്റും ബ്രഷും വാങ്ങിയാണ് ചിത്രം വരയ്ക്കുന്നത്. പൊതുപ്രവർത്തക വസന്തമണി പാലിയത്ത് ഉപഹാരം കൈമാറി. ബ്രദേഴ്സ് വനിതാ വിഭാഗം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ സർവീസ് സ്കീം തൃശൂരിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലുള്ള ആസാദ് സേനയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ സംവാദത്തിൽ ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ER ശിവപ്രസാദ് മോഡറേറ്ററായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, കുന്നംകുളം ഡിവിഷൻ എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, എരുമപ്പെട്ടി SI K സൈലാസ്, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്, NSS തൃശൂർ ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി KG ശ്രീനിവാസൻ, ക്ഷേത്രം ശാന്തിമാരായ കണ്ണൻ ശാന്തി, ലാലൻ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വാദ്യകലാകാരൻ ചക്കാണ്ടൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളം നടന്നു. വിവിധ സമുദായങ്ങളുടെ തിറ, തെയ്യം, കരിങ്കാളി എന്നിവയും ഉണ്ടായി. CPI മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പ്രകടനത്തോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് ആനാപ്പുഴ സെന്ററിൽ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. KG ശിവാനന്ദൻ, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, CC വിപിൻ, ചന്ദ്രൻ, PP സുഭാഷ്, അഡ്വക്കേറ്റ് VS ധനിൽ, PA ജോൺസൺ, PP രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജൻ ഉദ്ഘാടനം ചെയ്യും. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് ലഹരിക്കെതിരെ പ്രതികരിക്കാൻ ജനകീയ കവചം എന്ന ജനകീയ സഭ സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജനകീയ സഭ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. വാർഡ് തലത്തിൽ ലഹരിക്കെതിരെ ക്ലബ്ബുകൾ, വയോജനങ്ങൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമസ്ത മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി കർമ്മസമിതി രൂപീകരിക്കാൻ ജനകീയ സഭയിൽ തീരുമാനമായി. അന്തിക്കാട് SHO സുബിന്ദ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സതീഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ചെയ്യുക, അതാണ് ഈ ലഹരി മാഫിയകളും കുട്ടികളെ തന്നെ വലവിശാനുള്ള. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8000 രൂപ, പവന് 64000 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. 130 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പേരാമംഗലത്ത് പോലീസ് പിടിയിൽ. ചാവക്കാട് MDMA-യുമായി 2 പേർ പിടിയിൽ. ലഹരിക്കെതിരെ കയ്പമംഗലത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ ഒറ്റയാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. കുണ്ടായി ഇരുമ്പുപാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാന ഇറങ്ങിയത്.
കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി സിഒഎ രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര നടത്തും. 13-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.